ഹലോ ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് ശ്യാം വരുന്നുണ്ട്. കുറേ കള്ളങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ വരുന്നത് തന്നെ ശ്യാം. അഞ്ജലി ആണെങ്കിൽ ഒരേ കരച്ചിലാണ് കേട്ടോ. സ്വന്തം വീട്ടിലേക്ക് ഒരു ഭർത്താവിന് ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ വരണ്ടേ, ഞാൻ എങ്ങനെ കരയാതിരിക്കും ശ്യാമേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ശ്യാം പറയുന്നുണ്ട്, നമ്മളെ എത്ര നല്ലതുപോലെ ജീവിച്ചതാ ഇവിടെ. ആ ശ്രുതി ഒറ്റ ഒരുത്തി കാരണം എന്നെ ഇവിടുന്ന് പുറത്താക്കേണ്ടി വന്നത്. പക്ഷെ അതിലെനിക്ക് അവളോടും അവളുടെ ചേച്ചിയോടൊന്നും ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ചെയ്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലിയുടെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ചുളുവിൽ പണം തട്ടാനുള്ള പരിപാടി എടുക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ രാജകുമാരി, നിന്റെ അനിയൻ പോലും എന്നെ അവിശ്വസിച്ചല്ലോ. പ്രീതിയും ശ്രുതിയും പറഞ്ഞത് കണ്ണും അടച്ച് വിശ്വസിച്ചില്ലേ നിന്റെ അനിയൻ. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പല പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും, ഏയ് അതൊന്നും നടക്കില്ല ശ്യാമേട്ടാ. കുഞ്ഞന് നിങ്ങളോട് തീരാത്ത ദേഷ്യമുണ്ട്. അവന്റെ ദേഷ്യം അത്ര പെട്ടെന്നൊന്നും തീരത്തില്ല എന്ന് പറയണേ. അപ്പൊ അത് നടക്കൂല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ശ്യാം ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്താലും അതൊക്കെ പൊട്ടി പാളീസാവാണ് രാജകുമാരി. ഞാൻ ഇന്നാള് നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് വാങ്ങിയല്ലോ, അതൊരു ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അയാളുടെ ഭാര്യ ആണെങ്കിൽ പെട്ടെന്നങ്ങ് മരിച്ചുപോയി. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പണം പെട്ടെന്നങ്ങ് എടുക്കാനും പറ്റത്തില്ല. ഇപ്പം തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് പറയണേ. അയ്യോ ശ്യാമേട്ടാ, അത്രയും രൂപ ഇപ്പൊ എവിടുന്നാ? ഏയ് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി, നിൽക്ക് ശ്യാമേട്ട ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അലമാരിയിൽ കാണുന്ന സ്വർണങ്ങളും വളകളൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ. ശ്യാമേട്ട, അതെ, എൻ്റെ കയ്യിൽ ഇപ്പൊ പണമൊന്നുമില്ല. ഇപ്പൊ ഇതേ ഉള്ളൂ, ഇത് വിൽക്കേ പണയം വെക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ. ശ്യാമേട്ടൻ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറയണേ. അങ്ങനെ അഞ്ജലിയോട് നല്ല പൈസ കിട്ടിയതിൽ ഒരു നന്ദി പ്രകടിപ്പിക്കണമല്ലോ. അപ്പൊ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, ഞാൻ ഈ ബിസിനസ്സിലൊന്ന് സ്റ്റഡി ആയി വന്നിട്ട് നിന്നെ വിളിച്ചാൽ നീ കൂടെ വരില്ലേ രാജകുമാരി? നീ വന്നില്ലെങ്കിൽ അതായിരിക്കും എനിക്ക് വലിയ സങ്കടം എന്നൊക്കെ പറയുമ്പോഴേക്കും അഞ്ജലി പറയും, കുഞ്ഞനൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും, അതുകൊണ്ട് ശ്യാമേട്ടൻ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ആ രാജകുമാരി, ഞാനിപ്പോൾ തന്നെ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും അച്ഛൻ്റെ വണ്ടിയുടെ ഹോണടി കേൾക്കാണ്. അപ്പോഴേക്കും അഞ്ജലി അങ്ങ് വരികയാണ് കേട്ടോ. രാജകുമാരി, അവർ വന്നെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ ഇറങ്ങൽ നടക്കില്ല. നീ എന്തായാലും അവർക്ക് വാതിൽ തുറന്നു കൊടുക്ക്, ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കാന്ന് പറയണേ. ആ സമയത്താണെങ്കിൽ ഇന്ദിരാമ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കട്ടോ കോളിമ്പല്ലേ. അഞ്ജലി തുറക്കാഞ്ഞത് കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്നുണ്ടേ. അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇന്ദിരാമ അങ്ങ് കയറി പോവാണ്. സുഭദ്രാമ ചോദിക്കുന്നുണ്ട്, മോളെന്താ ഉറങ്ങുകയായിരുന്നോ? ഏയ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കാണ്. അത് കാണുമ്പോൾ നമ്മുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താ ഒരു പേടിച്ച പോലെ? ഏയ് എനിക്കൊന്നുമില്ല കുഞ്ഞാ, എങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ആക്കുകയാണ് കേട്ടോ. അവിടെ വെച്ചും അഞ്ജലിയുടെ മുഖം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അശ്വിൻ. ചേച്ചിക്ക് എന്താ ഒരു പരിഭ്രമം പോലെ? ഏയ് ഒന്നുമില്ല കുഞ്ഞാ എന്നിങ്ങ് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനോരമ, അയ്യോ ആരെങ്കിലും ഓടി വരണേ, ആരും ഇല്ല ഇവിടെ, അമ്മേ ഓടി വാ, ഇവിടെ ആരോ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം കൂട്ടിയാണ്. അപ്പോഴേക്കും നമ്മുടെ എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ. എന്താന്ന് ചോദിക്കുമ്പോൾ, മോനെ ഇവിടെ ഈ റൂമിൽ ഒരാളുണ്ട്, എന്നെ കണ്ടതും പെട്ടെന്ന് അങ്ങ് റൂമിലേക്ക് കയറിപ്പോയി, ഞാൻ പേടിച്ചു പോയി ബേബി എന്നൊക്കെ പറയുമ്പോൾ, ആരാ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് ചോദിക്കുമ്പോഴും അശ്വിൻ അഞ്ജലിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാണ്. അഞ്ജലി ആണെങ്കിൽ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോഴേ അശ്വിന് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അശ്വിനും ആകാശും കൂടിയാണ് റൂമിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഏട്ടാ അവിടെ ഒരാൾ നിൽപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്യാം കുറച്ച് ഡ്രസ്സുകളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.